എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ആലപ്പുഴ ജിംഖാന, പ്രിൻസ്, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ജാട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സണ്ണി ഡിയോൾ നായകനായ പുതിയ സിനിമയായിരുന്നു ജാട്ട്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണിത്. ഈ സിനിമയുടെ OTT നാളെയാണ്. ജൂൺ മാസം 6-ന് നെറ്റ്ഫ്ലിക്സിലാണ് ജാട്ട് സിനിമയുടെ OTT റിലീസ്. തമിഴ് വെർഷനും നാളെ തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് സ്റ്റോളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഇതൊരു ഡയറക്റ്റ് OTT റിലീസാണ്. ഇന്ന് ആമസോൺ പ്രൈമിൽ സ്റ്റോളൻ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഗജന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഒരു കോമഡി മൂവിയാണ് ഗജന. ഈ സിനിമ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമ നേടിയെടുത്തത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ 15 കൂടി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. കാരണം OTT റിലീസ് ചെയ്യുന്നില്ല. മമ്മൂട്ടിയുടെ സിനിമകൾ ഇപ്പോൾ OTTക്ക് പോലും വേണ്ടാത്ത അവസ്ഥയാണ്. ആമസോൺ പ്രൈം ഡൊമിനിക്കിന്റെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ്. ഇപ്പോഴത്തെ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജൂൺ മാസം 15-ന് മുന്നേ ഡൊമിനിക് സിനിമ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. മമ്മൂട്ടിയും ഗോകുൽ സുരേഷും ഒരുമിച്ച് അഭിനയിച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഡൊമിനിക്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. ടോവിനോ തോമസ് ആണ് നടികർ സിനിമയിലെ നായകൻ. ഇറക്കിയ പൈസ പോലും സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല. അത്രയ്ക്കും ഫ്ലോപ്പായിരുന്നു. ഇപ്പോഴത്തെ നടികർ സിനിമയുടെ OTT എത്തിയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസം 20-ന് മുന്നേ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ സ്വന്തമാക്കിയത്. അനശ്വര, ബാലു വർഗീസ്, അർജുൻ അശോകൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരുപാട് കോമഡിയും അവസാനം ത്രില്ലർ സ്വഭാവമാണ് സിനിമയ്ക്ക്. പുണ്യാളൻ സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 18-ന് മുന്നേ പുണ്യാളൻ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്ലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഇത്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് മാരിവില്ലും ഗോപുരത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 10-ന് മുന്നേ മാരിവില്ലും ഗോപുരങ്ങൾ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മഞ്ജു വാര്യർ നായികയായ നല്ലൊരു സിനിമയായിരുന്നു ഫൂട്ടേജ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഫൂട്ടേജ് സ്വന്തമാക്കിയത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സിനിമ റിലീസായിട്ട് കുറച്ചായി. ഇതുവരെ ഫൂട്ടേജിന്റെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈം ഫൂട്ടേജ് വാങ്ങിച്ചിരിക്കുകയാണ്. ജൂൺ മാസം അവസാന വീക്കിലാണ് ഫൂട്ടേജിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മനോരമ മാക്സ് വാങ്ങിയ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. അവര് ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സർപ്രൈസ് ആക്കിയിട്ട് ഇറക്കാനാണ് പദ്ധതി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഫാമിലി പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ സിനിമ ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോമഡി മൂവിയാണ്. ജൂൺ മാസം 10-ന് മുന്നേ മനോരമ മാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. കുറെ കാലത്തിന് ശേഷമാണ് ദിലീപിന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വരുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനോരമ മാക്സ്, ആമസോൺ പ്രൈമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സോണി ലീവിൽ ജൂൺ മാസം 5-നാണ് ജിംഖാന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ന് രാത്രി സിനിമ OTT-യിലെത്തും. എന്നാൽ ഇപ്പോൾ സോണി ലീവ് ജിംഖാനയുടെ റിലീസ് മാറ്റിവെച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ കാണാനുണ്ട്. 90% ഇന്ന് രാത്രി സിനിമ OTT-യിലെത്തും. ജൂൺ മാസം 5-നാണ് OTT റിലീസ്. അതായത് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ജിംഖാന OTT-യിലെത്തും. ഇനി സോണി ലീവ് ജിംഖാന പോസ്റ്റ്പോൺ ചെയ്താൽ പുതിയ തീയതി നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് നസ്ലിൻ നായകനായ സിനിമയായിരുന്നു ജിംഖാന. നല്ലൊരു ബോക്സിങ്ങിന്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഒരുപാട് കോമഡിയും റൊമാൻസും സിനിമയിലുണ്ട്.
അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.